അങ്ങനെ രാവിലെ രണ്ടാമത്തെ ദിവസം എണ്ണീറ്റു. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സോളങ് വാലി, സിസു ഇവിടെയൊക്കെയാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. എന്തായാലും പോകുന്നതിന് മുന്നേ പോയി ഫുഡൊക്കെ കഴിക്കണം. നമുക്കുള്ള ഫുഡൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും പോയി ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. രാവിലെ തന്നെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നു. പുട്ടും പയറും, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു. ഇന്നലെ ഞങ്ങൾ കഴിച്ചതും അടിപൊളിയായിരുന്നു. ഇന്നലെ ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. എന്തായാലും ഞങ്ങളൊന്ന് കഴിക്കട്ടെ. ഓരോ ആളുകളായിട്ട് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരത്തേട്ടാ, ഫുഡ് എങ്ങനെയുണ്ട്? നല്ല പാൽ പുട്ടെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഉള്ളത് പറയണല്ലോ. ഭക്ഷണത്തിൽ നമ്മൾ കള്ളം പറയാൻ പാടില്ല. നല്ല ഫുഡാട്ടോ. നമ്മളെ വീട്ടിൽ അമ്മച്ചിക്ക് ഉണ്ടാക്കുന്ന അതേ ക്വാളിറ്റി തന്നെ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഫുഡ്, ഉള്ളത് പറയണം. അങ്ങനെ രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. നമുക്ക് വേണ്ടി അവിടെ ഒരു നീല ജിപ്സി പുറത്തിറക്കിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ യാത്ര മൊത്തം ജിപ്സിയിലായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം പോകുന്നത് സോളങ് വാലിയിലാണെന്ന് തോന്നുന്നു. അതിന് മുന്നേ ഇനി വേറെ എവിടെയെങ്കിലും നിർത്തുമെന്ന് അറിയില്ല. അതിന് മുന്നേ കുറച്ച് ഡ്രസ്സോ എന്തോ ഒരു സാധനം എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഇതാണ് ഗൈസ് നമുക്ക് പോകാനുള്ള വണ്ടി. എൻ്റെ മോനെ, പുരട്ടി 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 പുരട്ടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോന്നി ഈ ജിപ്സിയിലേക്ക് കയറാൻ പോണേ. സീൻ. ഞങ്ങൾ നേരെ വിൻ്റർ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് വന്ന്. ജാക്കറ്റും ഇനിയിപ്പം മഞ്ഞി കളിക്കുള്ളതല്ലേ. ഞങ്ങൾ വന്ന വണ്ടി കേട്ടോ. എൻ്റെ മോനെ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ജിപ്സിയിലൊക്കെ വരുന്നത്. വിഷയം ഇപ്പോൾ ഒരെണ്ണം സ്വന്തമായിട്ട് എടുത്താൽ കൊള്ളാമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അമ്മാതിരി ഒരു സാധനം, കിടിലം വണ്ടി. ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുത്തിട്ടൊക്കെ വേണം നേരെ പോകാൻ. എന്തായാലും ഞങ്ങൾ കയറി ഡ്രസ്സൊക്കെ എടുക്കട്ടെ. നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നോക്കി സെലക്ട് ചെയ്യാം. ഒരുപാട് കളക്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരാൾക്ക് പെർ ഹെഡ് 250 ആണ് വരിക റേറ്റ്. ഒരാളവിടെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. അപ്പം പോയി ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തൊന്ന് സെറ്റാവട്ടെ. നമ്മുടെ സോളങ്ങിലേക്ക് പോകുന്ന വഴി കേട്ടോ, എന്ത് അടിപൊളിയാണ്. പോകുന്ന വഴി തന്നെ കിട്ടിലൂസ്കി, വേറെ മൂഡ്, ഒരു രക്ഷയില്ല. ദൂരം ആ മലയുടെ മഞ്ഞൊക്കെ എന്താ പറയുക, നമ്മൾ കറങ്ങി നേരെ അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത സീൻ. സോളങ് വാലി എത്താനായിട്ട് മുടിഞ്ഞ ബ്ലോക്ക്. ഞങ്ങൾ ആ ഗ്യാപ്പിൽ നൈസായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോകാമെന്ന് വിചാരിച്ചു. വണ്ടി വരുന്ന ഗ്യാപ്പിൽ നമുക്ക് സോളങ് വാലി കണ്ടിറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 12 മണിക്ക് മുന്നേ ഇറങ്ങിയതാ. ഇപ്പോൾ 2 മണി കഴിഞ്ഞു. ഏകദേശം 4 കിലോമീറ്റർ കവർ ചെയ്യാനാണ് ഇത്രയും നേരം എടുത്തത്. അപ്പോൾ എന്തായാലും സ്ഥലമെത്തി. ഈ ഗ്യാപ്പിൽ നൈസായിട്ട് സോളങ് വാലിയൊക്കെ ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും വണ്ടി ഇങ്ങ് കയറി വരും. എന്ത് ബ്ലോക്കാണ് ഇവിടുന്ന്. അടൽ ടണലിൽ നിന്ന് എനിക്ക് തോന്നുന്നു 4x4 വണ്ടികൾ മാത്രമേ കയറ്റിവിടൂ. വേറെ ഒരു വണ്ടിയും കയറ്റിവിടാൻ ചാൻസ് ഇല്ല. എന്തായാലും ഞങ്ങൾ ഒന്ന് കണ്ടിറങ്ങട്ടെ. അങ്ങനെ സോളങ് വാലിയിൽ വന്ന് കയറി. വന്നപ്പോൾ തന്നെ അത്യാവശ്യം കുറേ ആക്ടിവിറ്റീസ് കാണുന്നുണ്ട്. ഇതിലൊക്കെ കയറാൻ താല്പര്യമുള്ളവർക്ക് വന്ന് കയറാവുന്നതാണ്. പാരാഗ്ലൈഡിങ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അതെ, ഈ ആക്കിൻ്റെ മണ്ടയിലൊക്കെ കയറാൻ അടിപൊളി കേട്ടോ. 100 രൂപ കണ്ടാണ് ഇതിൻ്റെ ചാർജും വരുന്നത്. പാരാഗ്ലൈഡിങ് ഒക്കെ ഉണ്ട്. ഏതോ ഒരു ചെറുക്കൻ കിടന്ന് ചാടി കളിക്കുന്നൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. തിരക്കുള്ളത് കാരണം നമുക്ക് വല്ലാണ്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. ആക്ടിവിറ്റീസ് എല്ലാം ഓക്കെയാണ്, സെറ്റാണ്. ഇതിലൊന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എൻ്റെ ഈ പ്രായത്തിൽ തന്നെ ഇത് കയറ്റും എന്തോ. എന്തോരം തിരക്കാ. പാരാഗ്ലൈഡിങ് ഒക്കെ നടക്കും. ഇത് പാരാഗ്ലൈഡിങ് ആണോ? ആണെന്ന് തോന്നുന്നു. അയ്യോ, എന്തോരം തിരക്കാന്ന് നോക്കിയേ. ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഞങ്ങളെന്തായാലും നൈസായിട്ട് ആളില്ലാത്ത സ്ഥലത്തൊക്കെ പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കട്ടെ.
പാരാഗ്ലൈഡിങ്ങിൻ്റെ ലാൻഡിങ്. വലിയ ദൂരമൊന്നുമില്ല. പാവം ചെക്കനെ കൊണ്ട് തള്ളിയിട്ട് ആരോ തള്ളിയിട്ടുണ്ട് അവിടെ. എന്തല്ലേ 100 രൂപയ്ക്ക് നല്ല കിടിലും കൂടിങ് ഗ്ലാസ് കിട്ടും. ലെൻസ് കാട്ടി കിട്ടുന്നതിനെ കാട്ടി അടിപൊളിയാണ്. ഏയ് പാരാഗ്ലൈഡിങ് ചെയ്യുന്നോ? അവിടെ വരെ അത് പോണം. എന്തല്ലേ, ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പം കുറേ ആക്ടിവിറ്റീസ് ചെയ്തായിരുന്നു. അതുകൊണ്ടിപ്പം എനിക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ല. എന്തോ ഭാഗ്യം കൊണ്ട് കൂടെ വന്നവർക്കും ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്ത് രസമല്ലേ കറങ്ങി. നമ്മുടെ നാട്ടിൽ മറ്റേ വർക്കലയിൽ ഇടുക്കിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 14,500-5,000 കൊടുക്കണം ഒരു പാരാഗ്ലൈഡിങ്ങിന്. അത് 1 മിനിറ്റ് 2 മിനിറ്റ്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ 20-25 മിനിറ്റിന് 2,500-3,000 രൂപ ആ റേഞ്ചിൽ നിൽക്കും. ഫുള്ള് സ്കേറ്റിംഗ് ആണ്. ഇവരുടെ ഒരു ട്രിക്കുണ്ട്. സ്കേറ്റ് ചെയ്യാൻ നമ്മൾ എവിടെയെങ്കിലും കയറി കഴിയുമ്പോൾ ഇവർ നമ്മളെ സ്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന പോലെ നിന്നിട്ട് നേരെ നമ്മളെ കൊണ്ട് തള്ളിയിടും. ശരിക്കും പറഞ്ഞാൽ ഒരു ഫണ്ണ എന്നാൽ അടിപൊളിയാ. ഇതെന്താണിത്? സ്കേറ്റിങ്ങിൻ്റെ ഏതൊരു വണ്ടി വരുന്നുണ്ടല്ലോ. കൊള്ളാമല്ലോ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക. കൊള്ളാം. ഇതിനൊക്കെ എക്സ്ട്രാ കാശാന്ന് തോന്നുന്നു. അയ്യോ, ആളില്ലാത്ത സ്ഥലം കണ്ടുപിടിക്കട്ടെ ഗൈസ്. 3-4 ഫോട്ടോ എടുക്കട്ടെ. ഓ, സോളങ് വാലിക്കകത്ത് വന്നിട്ട് ഒരു രക്ഷയില്ല. ഒന്നും ചെയ്യാൻ വയ്യ. നല്ല തിരക്ക്. ഞങ്ങളുടെ വണ്ടി ഏകദേശം ഇവിടെ എത്തി. ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം സിസു കാണാൻ പോയിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. ഇവിടെ വന്ന് അത്യാവശ്യം കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ ഫോട്ടോ എടുത്തു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കൂടുതലൊന്നും എടുക്കാൻ പറ്റൂല. നല്ല തിരക്ക്. ഇവിടുന്ന് അങ്ങ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മേ, ജസ്റ്റ് മിസ്. ഒരു പാരാഗ്ലൈഡിങ്ങിൻ്റെ ആള് ജസ്റ്റ് മിസ്സിന് പറന്നു വന്നു. എന്തോ ഭാഗ്യം, ഒന്നും പറ്റിയില്ല. ഏത് സൈഡിൽ കൂടെ ഇവന്മാർ വരുന്നെന്ന് പറയാൻ പറ്റൂലെന്നേ. ഞങ്ങൾ ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ലായിരുന്നു. ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് സമയം പോവും. ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഇതുണ്ട്. ഞങ്ങൾ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നേരത്തെ പോകുന്നത്. സിസുവിൽ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായി. അവിടെ അത്യാവശ്യം അടിപൊളിയാണ്. അപ്പം നമ്മുടെ ഉള്ള സമയം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങി പോട്ടെ. എൻ്റെ കൂടെ ഒരു 3-4 പേരുണ്ടായിരുന്നു. അവരെ കാണുന്നില്ല. പുറകെ വരണുണ്ട്. അപ്പം ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇനി സിസുവിലേക്ക് പോട്ടെ. എൻ്റെ പൊന്നെ, സിസുവിൽ വന്നു ഒരു രക്ഷയില്ല. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് തകർത്ത് അഴിഞ്ഞാടി മഞ്ഞി കിടന്ന്. ഇപ്പം ആർക്കും വയ്യ. എല്ലാവരുടെയും കാലിലും മറ്റേ ബൂട്ട്സിലൊക്കെ മഞ്ഞ് ഐസൊക്കെ കയറിയിട്ട് വൻ സീനായിട്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ വ്യൂ. സീൻ. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല. എല്ലാവരും വിറങ്കലിച്ച് എന്നെ നോക്കിയൊരു പട്ടിയൊക്കെ ഓടി വരുന്നു. എങ്ങോട്ട് പോന്നു? തണുപ്പ് സഹിക്കാൻ വയ്യാതെ അതേ സിസിൽ വന്നിട്ട് കാണിക്കുന്ന പരിപാടി കണ്ടു. ഇതിൻ്റെ ഇടയിലൊന്നും മഞ്ഞ് കണ്ടപ്പോൾ ആവേശം കാണിച്ചു. എന്തൊക്കെ മേളമായിരുന്നു. ഇതൊക്കെ തണുപ്പാന്നാ? എൻ്റെ മോനെ സീനായിരുന്നു. എങ്ങനെയുണ്ട് മോനെ? നല്ല എക്സ്പീരിയൻസ്. എന്തേ കാണിക്കണേ? എൻ്റെ മോനെ അതെ അതെ. ഇങ്ങോട്ടേക്ക് 4x4 വണ്ടികൾ മാത്രമേ വരാറുള്ളൂ കേട്ടോ. എൻ്റെ മോനെ സീനാണ്. കയ്യൊക്കെ വിറച്ചിപ്പണ്ടാറടങ്ങി. കയ്യൊന്നും ഇല്ല, ജീവനില്ല. അഹങ്കാരം. ഇതിനൊന്നൊരു പിന്നെ എങ്ങനെയാണ് വിറയ്ക്കാതിരിക്കണത്? അയ്യോ, ഇഷ്ടപ്പെട്ടോ? മുണ്ടെടുക്കും പറഞ്ഞായിരുന്നു കേട്ടോ. പുള്ളി നമ്മുടെ കൂടെ കുറെ നേരം കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. എന്താണ് പുള്ളിയുടെ പ്ലാൻ? ഇത്രയും വിചാരിച്ചില്ലല്ലോ. ഇല്ല. ഫണ്ണല്ലായിരുന്നോ? കൈയൊക്കെ കിളവന്മാരുടെ. അയ്യോ, ഈ വണ്ടിയുടെ കാര്യം എടുത്തു പറയണം. അയ്യോ ജിപ്സി, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇതിൽ റൈഡ് വരുന്നത്. എൻ്റെ മോന് ഒരു രക്ഷയില്ലാത്ത മാരക സാധനമായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അടിപൊളിയായിരുന്നു. എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ കാശ് എടുത്തേനെ. നീ എന്താണ് മുണ്ടെടുക്കണ? എൻ്റെ മോനെ അടിയിലെ പാൻറ്റും കൂടെ ഊരിക്കളയണം കേട്ടോ. എന്നാ സീൻ.
തണുത്ത് വിറയ്ക്കാണ്. അല്ല ഞാൻ പറഞ്ഞില്ലേ ആൻ്റെ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. എന്നിട്ട് എന്നെ എല്ലാരും തരു പറഞ്ഞു. ലിബാം മോട്ടിച്ച് വെച്ചേക്കായിരുന്നു ഗൈസ്. വ്ലോഗിലുണ്ടാവും, ഉറപ്പായിട്ടും വ്ലോഗിലുണ്ടാവും. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് വലിയ ലിബാം അടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാടാ, വല്ല പാരഷൂട്ട് പോലെ എങ്ങനെ തേച്ചാൽ മതി. ലേശം തേക്കാം. 3-ാമത്തെ ദിവസം ലിബാം ഞാൻ കഴിക്കോട് ഗൈസ്. സിഗരറ്റൊന്നും വലിക്കണ്ട. ചെക്കൻ്റെ മുണ്ടൊക്കെ കൊടുത്ത് സെറ്റായിട്ടുണ്ട്. ഇത് ഫോട്ടോ എടുക്കാൻ നിന്നു ഇപ്പോൾ കേട്ടോ. ഇനി എന്താണ് മഞ്ഞ് കൂടെ കിടന്ന് ഓടുകയല്ലേ? എന്ത് ചെയ്യാനാ. ഞാൻ 2 ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ ഗൈസ്. ഗൈസ് ഞങ്ങളുടെ ഡ്രൈവർ ഇതേ ഓടിച്ചടി കളിക്കുന്നു. തിരിച്ച് വണ്ടി ആരും ഓടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ആ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? കമോൺ 50 പുഷപ്പ് പോരട്ടെ. ശരത്തേട്ടാ ബിരിയാണിയാണേ. ആ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 ആ 50. എൻ്റെ മോനെ 50 പുഷപ്പ്. ദേ ബിരിയാണി പറഞ്ഞതാ, മറക്കരുത്. ആ പറഞ്ഞ അപ്പൊ ഒരു ബിരിയാണി വിജയിച്ചിരിക്കുകയാണ്. ബിരിയാണി ഒരു ബിരിയാണി. എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ ഒരു മന്തി ഓഫർ ചെയ്തായിരുന്നു, അത് ഇതുവരെ കിട്ടിയില്ല. ആ എന്താണ് എന്താ ചെയ്യാനാ, ഐഫോൺ ഉണ്ടെങ്കിൽ ഇതാ കുഴപ്പം. ഒരു വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കട്ടെ. വരും. ഞാൻ വീഡിയോ എടുത്ത് കൊടുത്തിട്ട് വരാം ഗൈസ്. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഇവിടെ. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് പോട്ടെ. നിൽക്കാൻ വയ്യ, കൈയൊക്കെ മരവിച്ച് ഒന്നുമില്ല, ഒന്നും അറിയുന്നില്ല, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല കൈ കാലുമൊക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി തിരിച്ച് പോട്ടെ. ഇനി വൈകിട്ട് ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം, സെറ്റാവാനുണ്ട്. എന്തായാലും ശിശു ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു രക്ഷയില്ല. ശിശു പോയിട്ട് വന്നിട്ട് മുടിഞ്ഞ തണുപ്പ്. ഇവിടെ വന്നപ്പോഴേ അറിഞ്ഞത് -16 അവിടെയെന്ന്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡും കഴിച്ചിട്ട് എളുപ്പം റൂമിൽ കയറി. അനങ്ങാനോ ഇരിക്കാനോ വയ്യ, തണുത്തിട്ട് ഒരു രക്ഷയില്ല. എന്തായാലും അൺഎക്സ്പെക്റ്റഡായിട്ട് ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു അവിടെ. ഞാൻ കണ്ടിന്യൂറ്റി ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു തുടക്കം, ഈ വ്ളോഗിൻ്റെ തുടക്കത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. എന്തായാലും പോകെ എല്ലാം ശരിയാക്കാം. ഇനിയിപ്പം പോയി കിടന്നുറങ്ങട്ടെ, ഒട്ടും വയ്യ, തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുക. അപ്പം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോ ഇട്ട് വരാം.